ഹാലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹാലേലൂയ. യൂട്യൂബിലും എന്നെ വചനം ശ്രമിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതത്തെ അറിയിക്കുകയാണ്. ഹാലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാലേലൂയ. താങ്ക് യു ജീസസ്. നമ്മളിവിടെ ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ആരാധനയിലുണ്ടായിരുന്നു എന്ന് കയ്യർത്തി കാണിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം. ഏകദേശം എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദൈവശബ്ദം കേട്ടു. ഞാൻ എൻ്റെ ജനങ്ങളെ സൗഖ്യമാക്കാൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. വീണ്ടും ശക്തമായി എന്നോട് പറഞ്ഞു, ടെൽ ദം ഐ ആം ഹിയർ ടു ഹീൽ ദം. പറയുക നീ, ഞാൻ അവരെ സൗഖ്യമാക്കാൻ ഇവിടെ ഉണ്ട്. സൗഖ്യം എന്ന് പറയുമ്പോൾ ശാരീരികമായ സൗഖ്യത്തെക്കാളേറെ നമുക്ക് മനസ്സിൻ്റെ സൗഖ്യം വേണം, അല്ലേ? യേശു തകർന്നിരിക്കുന്ന മനസ്സുകൾക്ക് സമീപസ്ഥനാണ്. അതേത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ ഉള്ളവരാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുത്തേക്ക് ഒരുവൻ വന്നാൽ ആദ്യം ദൈവം അവൻ്റെ മനസ്സിന് സൗഖ്യം കൊടുക്കും. ഹല്ലേലൂയ. മനസ്സൊത്തിരി വേദനിച്ച ധാരാളം പേർ ഇതിനുള്ളിൽ ഇരിപ്പുണ്ട് എന്ന് യേശു എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. തകർന്ന ഹൃദയവുമായി ഇരിക്കുന്നവർ, ഹല്ലേലൂയ, ഒത്തിരി വേദനിച്ചിരിക്കുന്നവരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കിയിട്ടേ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ കർത്താവ് ഉണ്ട്. ഒന്നിനെ പറ്റിയും നിങ്ങൾ ആകുലപ്പെടരുത്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ രോഗം കാരണം ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തിരുന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. സൗഖ്യമുണ്ട്. യേശു നമുക്ക് വേണ്ടി അടിയേറ്റതിനാൽ അടിപ്പിണരുകളിൽ നിന്നുള്ള സൗഖ്യം നമുക്കുണ്ട്. ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സൗഖ്യത്തിനായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ ശരീരത്തിൽ ഉഴവ് ചാലുകൾ പോലെ മുറിഞ്ഞ ആ മുറിവ് ഞാൻ കാണാനായിട്ടിടയായിത്തീർന്നു. യേശു എന്നോട് പറഞ്ഞു, ഈ മുറിവിൽ സൗഖ്യമുണ്ട്. ഉഴവ് ചാലെന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ ചാലിങ്ങനെ എടുക്കും, അല്ലേ? ചാലെടുക്കും, തൂമ്പായൊക്കെ കൊണ്ട്. അതുപോലെ ഇങ്ങനെ ചാലുപോലെ കീറിയ തൻ്റെ ആ ശരീരത്തിനുള്ളിൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടിയാണ് താൻ മുറിയപ്പെട്ടത്. ആരെല്ലാം യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നു അവർക്ക് രോഗസൗഖ്യം ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് അത് സ്വീകരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ അടിപ്പിണരിൽ നിന്ന്, ഈ മുറിവിൽ നിന്ന് ഈ സൗഖ്യത്തെ എടുത്തോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി വിഷമമായപ്പോൾ, ഹല്ലേലൂയ, ഞാനത് കണ്ടപ്പോൾ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി യേശു തകർന്നിട്ട് സൗഖ്യം എനിക്ക് ലഭിക്കാതിരുന്നാലും സഹോദരങ്ങളെ, നമ്മളെ താൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അടിപ്പിണരുകളാൽ താൻ വേദന എത്ര സഹിക്കേണ്ടി വന്നിട്ടും നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി താൻ അതെല്ലാം സഹിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ആ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ഉണ്ട്. ഹല്ലേലൂയ. നമ്മളത് എടുക്കണം. കർത്താവേ, അത് എൻ്റെ അവകാശമായതിനാൽ ഞാൻ സൗഖ്യത്തെ എടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ, അങ്ങ് എനിക്ക് വേണ്ടി ശാപമായി മാറിയതിനാൽ, അങ്ങ് എനിക്ക് വേണ്ടി രോഗങ്ങളെ എടുത്തു മാറ്റിയതിനാൽ ഞാൻ ഇനിയും ആ രോഗത്തിൽ ജീവിക്കേണ്ടവനല്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യമേ തന്നെ വരട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ സൗഖ്യം നമ്മുടേത് ആണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും കേട്ടോ. വളരെ വ്യത്യാസം നിങ്ങളുടെ രോഗങ്ങൾക്കുണ്ടാവും. വ്യത്യാസമുള്ളവർ സാക്ഷ്യം പറയണം അടുത്ത ആഴ്ച വരുമ്പോൾ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാനായി പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും നമ്മുടെ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ കാണുന്ന പ്രകൃതിയുമുണ്ട്, നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു മണ്ഡലമുണ്ട്. ഭൗതിക മണ്ഡലവുമുണ്ട്, ആത്മമണ്ഡലവുമുണ്ട്. ആത്മമണ്ഡലം നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളത് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ഇല്ലെന്നല്ല അർത്ഥം. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കണ്ണ് തുറക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? ആത്മമണ്ഡലം കാണാൻ പറ്റൂ. ബൈബിൾ അതിനെ പറയുന്നത് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം.
ഹൃദയത്തിൻ്റെ കണ്ണ് പ്രകാശിക്കണം. നമുക്ക് ഈ കണ്ണ് ഉള്ളത് കൊണ്ട് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം അല്ലേ? പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും അനുഭവിച്ചറിയാനും എല്ലാം സാധിക്കുന്നുണ്ട്. കാഴ്ച ഒരു വലിയ കാര്യമാണ്. എന്നാൽ നമ്മൾ ആത്മാവാണ്, ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ്. ശരിയാണല്ലോ ഞാൻ പറയുന്നത്? നമ്മൾ ദൈവം ആത്മാവാണ്, ദൈവത്തിൻ്റെ മക്കൾ ആത്മാവാണ്. ആത്മമണ്ഡലത്തിൽ നമ്മൾ ജീവിക്കുന്നവരായതുകൊണ്ട് അവിടുത്തെ കാര്യം നമ്മൾ കാണണ്ടേ? വേണോ വേണ്ടേ? വേണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അകത്തെ കണ്ണ് തുറക്കണമെന്ന്? ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ അകത്തെ കണ്ണ് യേശു തുറന്നു തരും. ഹല്ലേലൂയ, സ്തോത്രം. കാണേണ്ടതുപോലെ കാര്യങ്ങൾ കാണാൻ നമുക്കുണ്ടല്ലോ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങളെന്ന് നമുക്ക് അറിയില്ലായിരിക്കും. ഒന്നു മാറി രോഗങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, ജീവിക്കാൻ പറ്റാത്തതുപോലെ അങ്ങ് സാഹചര്യങ്ങൾ വഷളാവുകയാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള കാരണം അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന കാരണത്തെ ശാസിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ ശാസിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രശ്നം എന്ത് ചെയ്യും? തീരും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെപ്പോഴും നോക്കുന്നത് ഈ പ്രശ്നത്തെ ശരിയാക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ സഹോദരൻ? നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണ്? എൻ്റെ മുന്നിൽ വന്ന ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഈ കാര്യത്തെ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ നേരെ കൊണ്ടുവരാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രശ്നത്തെ നോക്കിയാണ് ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ഈ പ്രശ്നം ഉണ്ടാകാൻ ആത്മമണ്ഡലത്തിൽ ഒരു കാര്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ കാണണം. നിങ്ങൾക്കറിയാമല്ലോ, വചനം ആത്മാവാണ്, വചനം ജീവനാണ് അല്ലേ? ദൈവം സർവവും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്താലാണ്. അതിനെ വഹിക്കുന്നതും വചനത്താലാണ്. പക്ഷെ നമുക്ക് കാണാമോ? കണ്ടുകൂടല്ലേ? ഈ ഭൂമി കറങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മളെല്ലാം സയൻസിൽ പഠിക്കും, ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിൽ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഉണ്ടോ? സാങ്കല്പികമാണല്ലേ അത്? ഒന്നുമില്ല. ഈ ഭൂമിയെ നിർത്തേണ്ടടുത്ത് നിർത്തിയിരിക്കുന്നത് എന്താണ്? അദൃശ്യ മണ്ഡലത്തിലുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ശരിയാണോ അല്ലയോ? അല്ലേ? ഈ സൂര്യൻ നിൽക്കുന്നിടത്ത് നിൽക്കുന്നുണ്ട്, ചന്ദ്രൻ നിൽക്കേണ്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇളകി ഭൂമിയിലേക്കൊന്നും വന്ന് വീഴുന്നില്ലല്ലോ. ശരിയാണല്ലോ? അപ്പോൾ നിൽക്കേണ്ടടുത്ത് എല്ലാം നിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും പിന്നിൽ വ്യാപരിക്കുന്നത് അദൃശ്യ മണ്ഡലത്തിലെ വചനമാണ്. മനസ്സിലാവുന്നുണ്ടോ? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നമ്മൾ ഈ കാണുന്നതെല്ലാം വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ വചനം കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിൻ്റെ പിന്നിൽ കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു ടെൻറ്റ്, ഇവിടെ ഒരു ടെൻറ്റ് പോലെ കാണുന്നതിന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇവിടെ ഒരു 10 കയറും, ആ സൈഡിൽ ഒരു 10 കയറും കൊണ്ട് ഞാനിതിനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാമോ എന്ന് ചോദിച്ചാൽ കണ്ടുകൂടല്ലേ? കയറ് കാണാമോ? ഈ സൈഡിൽ, ആ സൈഡ് കാണില്ല അല്ലേ? അപ്പം ഞാൻ പറയുകയാണ്, ഈ ടെൻറ്റ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് അദൃശ്യമായ കയറുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുപോലെയാണ് വചനം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി തരാനാണ് കേട്ടോ. അതുപോലെയാണ് വചനം. അപ്പോൾ നമ്മുടെ ആത്മമണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആത്മമണ്ഡലത്തിൽ ദൂതന്മാരുണ്ട്, അവരെ നമുക്ക് കാണാൻ പറ്റും. പിശാചുണ്ട്, അവനെയും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം? നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തെ കണ്ണ് തുറന്നു തരാൻ. ആരാ ഈ അകത്തെ കണ്ണ് അടച്ചു കളഞ്ഞത്? ദുഷ്ടനാ, പിശാച. നമ്മുടെ ശത്രുവായ പിശാച് എന്ത് ചെയ്തു? അകത്തെ കണ്ണങ്ങ് അടച്ചു കളഞ്ഞു നമ്മുടെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യില്ല? നമ്മൾ ആത്മമണ്ഡലം കാണില്ല. ഈ ലോകത്ത് വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോൾ നമ്മൾ അതിലങ്ങ് തകർന്ന് നിരാശപ്പെട്ട് അതിലങ്ങ് ഇരുന്നോളും. അതിന്റെ കാരണമൊന്നും നമ്മൾ അന്വേഷിക്കാനായിട്ട് പോവില്ല. ഹല്ലേലൂയ. സകല പ്രശ്നത്തിന്റെയും ഉറവിടം ആത്മമണ്ഡലത്തിലായതുകൊണ്ട് സകല പ്രശ്നത്തിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരവും ആത്മമണ്ഡലത്തിൽ തന്നെയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ വചനം വിളിച്ചു പറയണമെന്ന് പറയുന്നത്. വചനം പറയുമ്പോൾ ആത്മമണ്ഡലത്തിൽ അത് ഉണ്ടായി വന്ന ശേഷമാണ് ഭൗതിക മണ്ഡലത്തിലേക്ക് അത് വെളിപ്പെട്ടു വരുന്നത് നിങ്ങളുടെ മുന്നിൽ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വചനം വായിക്കുന്നവരായിട്ട് മാത്രമല്ല, ആ വചനം പ്രസ്താവിക്കുന്നവരായിട്ടും തീരണം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിൽ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിശ്വാസം നമ്മൾ പറയുന്നവരായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഹൃദയ ദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം.
അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഈ അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നവനായിട്ടാണ് സൃഷ്ടിച്ചത്. സ്തോത്രം. ദൈവം ആദാമിനെ സൃഷ്ടിച്ച ശേഷം എല്ലാ മൃഗങ്ങളെയും ആദാമിന്റെ മുന്നിലൂടെ കൊണ്ടുപോയി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മൃഗങ്ങൾ, എല്ലാത്തിനും ആദം പേരിട്ടു. കേട്ടോ, നമ്മുടെ മുന്നിൽ 1000 കുഞ്ഞുങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് പേരിടാൻ പറയുക. എത്ര പേരിടും നിങ്ങൾ? ഉടനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, നെയിംസ് വരട്ടെ. പേരുകളെല്ലാം നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഇടാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ഹല്ലേലൂയ, നമുക്കത് കഴിയില്ല. എന്നാൽ ആദം എല്ലാ ജന്തുക്കൾക്കും, എല്ലാ പക്ഷികൾക്കും, എല്ലാ ഇഴജീവികൾക്കും പേരിട്ടു. നമ്മളൊരു പൂമ്പാറ്റെ നിസാരമായി എടുത്തു നോക്കിയാൽ പൂമ്പാറ്റയിൽ തന്നെ ലക്ഷക്കണക്കിന് വെറൈറ്റി പൂമ്പാറ്റകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂമ്പാറ്റയെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മോളിങ്ങനെ പല പേപ്പറുകളിൽ നിന്നൊക്കെ വെട്ടിയൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നുണ്ട്. പൂമ്പാറ്റയ്ക്ക് ഒരു 19 പൂമ്പാറ്റയുടെ പേരുകൾ. ഞാൻ അപ്പോൾ ചിന്തിച്ചു, കർത്താവേ, പൂമ്പാറ്റ തന്നെ ഇത്രയും ഉണ്ടെങ്കിൽ ഓരോരോ മൃഗങ്ങളും, ഉറുമ്പ് എത്ര വെറൈറ്റി അല്ലേ? നമുക്കിവിടെ 5-6 ഉറുമ്പിനെ അറിയത്തുള്ളൂ. അറിയാന്നുള്ള ഉറുമ്പുകളുടെ പേര് പറഞ്ഞു. കട്ടുറുമ്പ്, ചോനനുറുമ്പ്, വരട്ടെ. കടിക്കുന്ന ഉറുമ്പ്, കടിയനുറുമ്പ്, പിന്നെന്താ? ഇത്രയൊക്കെ നമുക്കറിയാവൂ. എന്നാൽ അത്രയൊന്നുമല്ല, 10-500-ൽ പരം വെറൈറ്റി ഉറുമ്പുണ്ട്. ഇവിടെ ഒത്തിരി മീറെന്ന് പറയുന്ന സംഭവം, അതിനെന്തോ പേര് പറയുന്നത്, വേറെ എന്തോ പേരുണ്ട്, ചുവന്ന ഉറുമ്പ് അല്ലേ, എന്താണോ അത്. അങ്ങനെ അങ്ങനെ പല വെറൈറ്റിയാണ്. അപ്പോൾ ഈ ആദം പേരിട്ട് സെക്കൻഡുകൾ കൊണ്ട് പേരിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളോടെങ്ങാനും പേരിടാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വർഷം എടുത്താലും പേരിട്ട് തീരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ആദത്തെ ദൈവം സൃഷ്ടിച്ചിരുന്നപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവനായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ, അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നവനായി സൃഷ്ടിച്ചു. ആദത്തെ ദൈവം സൃഷ്ടിച്ച ശേഷം ഹവ്വയെ സൃഷ്ടിക്കാൻ സമയത്ത് ദൈവം എന്താ ചെയ്തേ? ആദത്തിന് ഒരു ഗാഢ നിദ്ര വരുത്തി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? വാരി എല്ലുകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൽ അസ്ഥിയും മാംസമൊക്കെ വെച്ച് പിടിപ്പിച്ച് നാരിയാക്കി തീർത്തു. പക്ഷെ ആദം ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പറയുകയാണ്, ആദം ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, അപ്പൊ ഇത് ആദം കണ്ടോ? കണ്ടില്ലല്ലേ? ഗാഢ നിദ്ര വരുത്തിയതല്ലേ. എന്നാൽ ആദം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇതെങ്ങനെ മനസ്സിലായി? ഉറങ്ങിക്കിടക്കായിരുന്നില്ലേ? ഗാഢ നിദ്ര. ദൈവം പറഞ്ഞോ ഇത് അസ്ഥിയിൽ നിന്ന് എടുത്ത് ഉണ്ടാക്കിയതാണെന്ന്? ഇല്ല. ആദത്തിന് എങ്ങനെ മനസ്സിലായെന്ന്? പുറത്തെ കണ്ണ് അവൻ അടഞ്ഞു തന്നെയല്ലേ ഇരിക്കുന്നത്? ആണോ അല്ലയോ? ആത്മാവിൽ അറിയാമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും ഉറങ്ങിയാലും അകത്തെ മനുഷ്യൻ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ശരിയാണോ? ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും പിശാചിന് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത് വരാൻ പറ്റരുത്. നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണു തുറന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ അകത്തെ കണ്ണൊന്ന് തുറക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യന്റെ കണ്ണൊന്ന് തുറന്നാലുണ്ടല്ലോ നമ്മുടെ ജീവിതം മാറും, നമ്മുടെ രീതികൾ മാറും, നമ്മുടെ പ്രവർത്തനം മാറും. പിന്നെ പിശാചിന് ഒരു കാരണവശാലും നമ്മളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. നമ്മളത് ആഗ്രഹിക്കണം, അകത്തെ കണ്ണ് തുറക്കണമെന്ന്. ഞാൻ ഒത്തിരി കാലം അകത്തെ കണ്ണ് അടഞ്ഞിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പ്രശ്നം വന്നാലും എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനോട് ഫൈറ്റ് ചെയ്യാൻ നോക്കും. ഈ പ്രശ്നത്തോടങ്ങ് ബഹളം വയ്ക്കുക. എത്ര ബഹളം വെച്ചിട്ട് ഈ പ്രശ്നം വഷളാകുന്നതല്ലാതെ ഇതെനിക്ക് പരിഹരിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാ? ഞാൻ ഈ പുറത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ദൈവം എന്നെ പഠിപ്പിച്ചത്, നീ അകത്തെ കണ്ണ് തുറന്ന് കാണണം. ഹല്ലേലൂയ. അകത്തെ കണ്ണ് തുറന്ന് നിങ്ങൾ ആ പ്രശ്നത്തെ കണ്ടാൽ നിങ്ങൾ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ പ്രശ്ന പരിഹാരകനായി തീരും. പ്രശ്നം ഉണ്ടാക്കുന്നവരായി ഒരിക്കലും തീരത്തില്ല. ഹല്ലേലൂയ. അതാണ് നമ്മൾ ആള് മാറിയതുപോലെ മാറുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ പാമ്പ് വളരെ കൗശലം പിടിച്ച ഒരാളായിരുന്നു, തോട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ആ ഒരു വേദഭാഗത്തിലുണ്ട്, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. സൂത്രം കൊണ്ടാ ചതിച്ചത്. ശരിക്കും
മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ അകത്തെ കണ്ണു വെച്ചാണോ കാര്യങ്ങൾ കണ്ടത്, പുറത്തെ കണ്ണു വെച്ചാണോ കണ്ടത്? പറഞ്ഞാട്ടെ. അകക്കണ്ണാണ് അവന് തുറന്നിരുന്നത്. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ദൃഷ്ടി അവന് തുറക്കപ്പെട്ടിരുന്നു. അല്ലെ? അവര് നഗ്നരായിരുന്നു, അവരത് അറിഞ്ഞില്ലെന്നല്ലേ പറയുന്നത്, ശരിയല്ലേ? അപ്പൊ പിശാച് അവരോട് പറഞ്ഞല്ലോ, നീ എൻ്റെ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാല് കണ്ണ് തുറക്കും. അപ്പൊ അതുവരെ എങ്ങനെയായിരുന്നു അവരിരുന്നേ? അകത്തെ വെളിച്ചത്തിൽ അവര് പോയിക്കൊണ്ടിരുന്നേ. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? കാണേണ്ടതുപോലെ കാര്യങ്ങൾ കണ്ടു. സർപ്പം ഹവ്വയോട് വന്ന് പറയുകയാണ്, നീ ഈ ഫലം കഴിച്ചാൽ മരിക്കത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞെന്ത്? മരിക്കും. സർപ്പം പറയുക എന്ത്? മരിക്കില്ല. നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ. നമ്മളൊരു വചനം ഇങ്ങോട്ട് കേൾക്കുന്നതും അതിൻ്റെ ഓപ്പോസിറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇട്ടുതരും. ദൈവം ഇട്ടുതരുമെന്നല്ല, പിശാച് കൊണ്ടുവരും. നമ്മളത് ഗ്രഹിക്കാനായിട്ട് കഴിവ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആത്മാവിലെ കണ്ണ് തുറക്കപ്പെട്ടാലേ മനസ്സിലാവൂ ഏതാ സത്യം, ഏതാ കള്ളം. ഇതെല്ലാം സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ മനുഷ്യർ പറയുന്ന കാര്യങ്ങളിൽ വഞ്ചിക്കപ്പെട്ടു പോകും. ചുറ്റുപാട് നിൽക്കുന്നവർ നമ്മളൊരു കാര്യം ഇങ്ങോട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി പറയുകയാണ്, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല. നമ്മൾ അപ്പോഴത്തേക്കും അയ്യോ ഇനി ഒരിക്കലും നടക്കില്ല. അപ്പൊ ഇത്രയും നേരം കർത്താവ് നിന്നോട് പറഞ്ഞതോ നിന്നെ വിളിച്ചിരിക്കുന്നത് തോൽക്കാനല്ല ജയിക്കാനാണെന്ന്. പക്ഷെ നമ്മൾ ഒരാൾ ഇങ്ങോട്ട് പറയുന്നതും നമ്മൾ തളർന്നു പോകും. അപ്പൊ നമുക്കത് അറിയാനായിട്ട് കഴിയണം. ഇപ്പോൾ സംസാരിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ആത്മാവിലാണോ എന്നോട് സംസാരിച്ചത്? ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും നമ്മളെ തകർക്കുന്നവനല്ല, തളർത്തുന്നവനല്ല, ദുഃഖിപ്പിക്കുന്നവനല്ല. സ്തോത്രം. ഒരിക്കലുമല്ല. നിങ്ങളെ കുത്തി വേദനിപ്പിച്ച് ദുഃഖിപ്പിച്ച് നിങ്ങളെ ഒന്നുമില്ലാത്തവനായി തീർക്കുന്നവനല്ല ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങളെ ചുറ്റും നിൽക്കുന്നവരെ നിങ്ങൾ വിവേചിക്കണം. നിങ്ങളെ ഉയർത്തുന്നവൻ പരിശുദ്ധാത്മാവ്, നിങ്ങളെ പണിയുന്നവൻ പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ബലത്തെ നൽകിത്തരുന്നവൻ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. 4 വശവും നിൽക്കുന്നവർ നിങ്ങളെ തളർത്തുന്നത് പറഞ്ഞാലും നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, ഇതെന്നോട് ദൈവം പറയുന്നതല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തുന്നവനും ശക്തിപ്പെടുത്തുന്നവനുമാണ്. എൻ്റെ അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നാൽ എനിക്കത് മനസ്സിലാക്കാനായി കഴിയും. നമ്മൾ പുറത്തെ ലോകത്തിലെ മനുഷ്യർ നമ്മളെ അളന്നു വെച്ചിരിക്കുന്ന ഒരളവുണ്ട്. നീ ഇത്ര വരെ പോകൂ, ഇതുവരെ ആകത്തുള്ളൂ, നിന്റെ ഭാവി ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരു ചിന്താഗതി അവർക്കുണ്ട്. ആ ചിന്തകൾ നമ്മളോട് അവർ പറയുമ്പോൾ നമ്മൾ അതിൽ തളർന്നു പോകാനായിട്ട് പാടില്ല. ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, ദൈവം എന്നെക്കുറിച്ച് എന്ത് കാണുന്നു, അങ്ങനെ നിങ്ങൾ കാണണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മകളാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ അവര് പറയുന്നത് ഇവര് പറയുന്നത് കേൾക്കുന്ന എന്തിന്? ഹല്ലേലൂയ. ഞാൻ ദൈവം പറയുന്നത് കേൾക്കും. ഹല്ലേലൂയ. എൻ്റെ ഓരോ പാതയിലും ഓരോ ചുവടും ഞാൻ എടുത്തു വെക്കുമ്പോൾ അപ്പാ അങ്ങ് എന്നോട് സംസാരിക്കണം. എൻ്റെ അകത്തെ മനുഷ്യന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചു തരണം. എനിക്ക് കാര്യങ്ങളെ കാണേണ്ടതുപോലെ കാണണം. അപ്പൊ ഈ ഹൗവ അവളുടെ പുറത്തെ കണ്ണ് തുറന്നിട്ടില്ല. അവൾ ഈ പഴത്തെ നോക്കുകയാണ്. പഴത്തെ നോക്കി ഇത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു. എങ്ങനെ കണ്ടു? അപ്പൊ പുറത്തെ കണ്ണ് തുറന്നില്ലല്ലോ. ഇതെങ്ങനെ മനസ്സിലായി ഇവർക്ക്? അകത്തെ കണ്ണ് തുറന്നിരിക്കുക. കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ആത്മമണ്ഡലത്തിലുള്ളത് കാണാനായിട്ട് പറ്റും. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കാണുകയും അത് പറിച്ചു കഴിക്കുകയും തന്നെ എവിടെ നിന്നാണോ എടുത്തത് ആ ആദമിന് കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇരുവരുടെയും കണ്ണ് തുറന്നത്. മനസ്സിലായോ? അന്നേരം എന്ത് ചെയ്തു? അകത്തെ കണ്ണടഞ്ഞു, പുറത്തെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അവിടെയാണ് പ്രശ്നം സംഭവിച്ചത്. പാപം അകത്തേക്ക് കയറി, അല്ലെങ്കിൽ പിശാച് അകത്തേക്ക് വന്നത് നമ്മുടെ ആത്മക്കണ്ണിനെ അവൻ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ പുറത്തെ കണ്ണങ്ങ് തുറന്നു. അപ്പോൾ മുതൽ പുറത്തെ കാര്യങ്ങൾ പിന്നെ കാണാൻ തുടങ്ങി. അകത്തെ മണ്ഡലം മനുഷ്യൻ അടയപ്പെട്ടു പോയി സഹോദരങ്ങളെ. എന്നാൽ യേശു എപ്പോഴാണോ വന്നത്, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത്, ക്രൂശിൽ താൻ യാഗമായത്, ആ പാപത്തെ എടുത്തിട്ട് നമുക്കൊരു പുതിയ ഹൃദയം തന്നിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയ ദൃഷ്ടി ഞാൻ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട് താൻ പറഞ്ഞു, എൻ്റെ ആത്മാവിനാൽ നിനക്ക് ചില കാര്യങ്ങളെ ഞാൻ വെളിപ്പെടുത്തുവാനായി പോവുക. ഹല്ലേലൂയ. അതുവരെ അടഞ്ഞിരുന്ന ദൃഷ്ടിയെ ദൈവം ഇന്ന് തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ആ ദൃഷ്ടി ദൈവം ഇപ്പോൾ തുറന്നു തന്നിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അകത്തു വന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എൻ്റെയും നിങ്ങളുടെ ഉള്ളിലെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി എന്ത് ചെയ്തു? ദൈവം
തുറന്നു. ഹല്ലേലൂയ. അപ്പൊ ഇനി നമ്മൾ കാഴ്ചയാലല്ല നടക്കേണ്ടത്. അപ്പൊ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? ഈ കണ്ണിന് കാണുന്ന പോലെയല്ല നമ്മളെ ദൈവം കാണേണ്ടത്. ദൈവം കാണുന്നത് ഈ കണ്ണിൽ നമ്മൾ നമ്മളെ തന്നെ കാണുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നല്ലേ. ആ അങ്ങനെ അല്ല. ദൈവം എങ്ങനെ കാണുന്നു അങ്ങനെ കാണണം. അതിനെന്ത് ചെയ്യണം? എൻ്റെ അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറക്കണം. പിന്നെ ഞാൻ വിശ്വാസത്താൽ നടക്കുകയും വേണം. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞാൻ നടക്കുന്നത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം ഞാൻ ആരെയും അറിയുന്നില്ല, എല്ലാവരെയും ആത്മാവിൽ ഞാൻ അറിയുന്നു. കാരണം എന്താ? എൻ്റെ ആത്മ കണ്ണ് തുറന്നതുകൊണ്ട് എനിക്ക് സത്യം മനസ്സിലായി. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവമക്കൾ ജീവിക്കേണ്ടത് പുറമേ ഉള്ള കണ്ണുകൊണ്ടല്ല, അകത്തെ കണ്ണുകൊണ്ട്. വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കും. ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, വെളിപ്പാടിൻ്റെ ആത്മാവാണത്. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ ഒരു വചനം നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും മഹിമാധനം ഇന്നതെന്നും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാ പറഞ്ഞത്? നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ജ്ഞാനത്തിന്റെ ആത്മാവാണത്, വെളിപ്പാടിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ എന്ത് പ്രകാശിക്കും? ഹൃദയത്തിന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന്റെ കണ്ണു തുറക്കും. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾ അറിയാൻ പറ്റും? ദൈവത്തിന്റെ വിളി എന്താണെന്ന് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണെന്ന് അറിയാമോ? എന്താണ് എൻ്റെ മേലുള്ള ദൈവവിളി? എന്താണ് ദൈവം എന്നെ ഈ ലോകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം? ഹല്ലേലൂയ. അതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ എന്ത് ചെയ്യും? ഹൃദയത്തിൻ്റെ ദൃഷ്ടി അങ്ങ് പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം വിളിച്ചവരാ. യൂട്യൂബിൽ എന്നെ കാണുന്ന നിങ്ങളെല്ലാവരെയും ദൈവം വിളിച്ചിട്ടുള്ളവരാ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം എന്ന് നമുക്ക് ഗ്രഹിക്കാനായി കഴിയും. അപ്പൊ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? ആ ജ്ഞാനത്തിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്ന്, വെളിപ്പാടിന്റെ ആത്മാവിനെ എൻ്റെ മേൽ പകർന്ന് അപ്പാ എൻ്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ അങ്ങ് തുറന്നു തരണം. ഹൃദയത്തിന്റെ ചെവിയെ എനിക്ക് തുറന്നു തരണം. അകത്തെ മനുഷ്യന്റെ ചെവികളെ തുറക്കണം. അകത്തെ മനുഷ്യന്റെ നാവിനെ തുറക്കണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യന്റെ നാവ് തുറക്കുമ്പോഴാണ് ഈ അന്യഭാഷ വരുന്നത്. ഹല്ലേലൂയ. പുതിയ ഭാഷകൾ വരുന്നത്. ഹല്ലേലൂയ. അതെന്താ? അകത്തെ മനുഷ്യന്റെ നാവ് ചലിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മളത് പുറത്തെ മനുഷ്യനിലൂടെ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അല്ലാതെ എൻ്റെ നാവ് കൊണ്ട്, ഞാൻ ജനിച്ചു വളർന്ന ഭാഷ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. നിങ്ങളുടെ നാവ് കൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ പറ്റൂ. എന്നാൽ അകത്തെ മനുഷ്യൻ ജീവൻ വെക്കുമ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ അന്യഭാഷ എന്ന് പറയുന്നത്. അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ ചെവി തുറന്നു. അവൻ ആത്മമണ്ഡലം കാണാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കണ്ണ് തുറന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? അതിനുവേണ്ടി പ്രാർത്ഥിച്ചേ മതിയാകൂ. കാരണം എന്താ? അല്ലെങ്കിൽ നമ്മൾ പല പ്രശ്നങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യും? അയ്യോ വീണു പോവും, ധൈര്യം ഇല്ലാത്തവരായി പോവും. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകണമെങ്കിൽ
നമുക്ക് ഈ അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നു കിട്ടിയാലേ മതിയാകത്തുള്ളൂ. എന്ത് നല്ല ജീവിതമാണെന്ന് അറിയാമോ അകത്തെ മനുഷ്യന്റെ കണ്ണ് തുറന്നാൽ? നിങ്ങൾക്ക് പിന്നെ ദൂതന്മാരെ കാണാൻ പറ്റും. എത്ര പേർക്ക് ദൂതന്മാരെ കാണാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. കര ഉയർത്തിയോ? സ്തോത്രം. അങ്ങനെ സംഭവിക്കട്ടെ. ദൂതന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാനുണ്ടല്ലോ, ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വന്നു. ഞാനിങ്ങനെ ആരാധിക്കുക, ഡാൻസ് കളിച്ച്, ആരുമില്ല, ഞാൻ മുറിക്കകത്താണ്. ഞാൻ അങ്ങനെ ചില സമയത്ത് ആരാധിക്കണമെന്ന് തോന്നുമ്പോൾ ആരുമില്ലാത്ത സമയങ്ങൾ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഒത്തിരി ദൂതന്മാർ ചുറ്റും വന്നിട്ട് ഹാർപ്പ് പോലുള്ള സംഭവങ്ങൾ, പണ്ടത്തെയാണേ, ഇപ്പോഴൊന്നും അതിനെ പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല, അങ്ങനെയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഡാൻസ് കളിച്ച് എന്ത് ചെയ്യുക, എന്നോടൊത്ത് ആരാധിക്കുക. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗീയ തലങ്ങളിലെ ദൂതന്മാർ ഇറങ്ങി നമ്മളോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയെല്ലാം വർഷിപ്പ് ചെയ്യുന്നു അതുപോലെ അവരും എന്നോടൊത്ത് നൃത്തം ചെയ്ത് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു മണ്ഡലം എൻ്റെ ചുറ്റും ഉണ്ട്? എനിക്കത് കാണണം, എൻ്റെ കണ്ണ് തുറന്ന്. ഹല്ലേലൂയ. എനിക്കും അത് കാണാനായി സാധിക്കും. അയ്യോ ഇല്ല, എനിക്കതിനൊന്നും പറ്റില്ല, ഇനിയിപ്പോൾ ഇത്രയും സമയമൊക്കെ ആയി, ഇത്രയും വയസ്സുമായി, ഇതിനൊന്നും ഇനി എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഏത് നിമിഷവും ഏത് സമയത്തും നമുക്ക് ആത്മാവിനെ പകർന്നു തരാൻ ദൈവം ശക്തൻ. നമ്മുടെ ശരീരത്തിനായി പ്രായമുള്ളത്, മനസ്സിലാവുന്നുണ്ടോ? ശരീരത്തിനാണ് ബലഹീനതകളുള്ളത്, ആത്മാവ് ഒരുക്കമുള്ളത്. കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ചെറുപ്പം അത്രേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനും പ്രായമുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ എപ്പോൾ ആഗ്രഹിച്ചാലും നമ്മുടെ ഹൃദയ ദൃഷ്ടി എന്തെയും പ്രകാശിച്ചിട്ട് നമ്മുടെ ആത്മമണ്ഡലം നമ്മൾ തന്നെ കാണുന്നവരായി തീരും. ഹല്ലേലൂയ. പിശാച് എന്തേലും ബ്ലോക്കുകൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അന്നേരം നമ്മൾ അത് അറിയുകയും അത് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നതിന് മുമ്പേ യേശുവിൻ്റെ നാമത്തിൽ അതിനെ എടുത്ത് മാറ്റാനും നമുക്ക് തന്നെ പറ്റും. നമ്മൾ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരണം. നമ്മൾ ഭൗതിക മണ്ഡലത്തിൽ ജീവിക്കുന്നവരല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മണ്ഡലം കണ്ടേ പറ്റും. ഇവിടെ എൻ്റെ കണ്ണ് രണ്ടും അടച്ചിട്ട് എനിക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാണോ അല്ലേ? രണ്ട് കണ്ണും കെട്ടി വെച്ചിട്ട് ജീവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. മറ്റൊരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും എപ്പോഴും. അതുപോലെ തന്നെയാണ് ആത്മമണ്ഡലത്തിൽ. നമ്മുടെ കണ്ണടഞ്ഞിരുന്നാൽ വേറൊരാൾ സഹായിക്കാതെ നമുക്കത് നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ അതുകൊണ്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ നടത്താൻ, നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ കാണും വരേക്കും കൂടെ ഇരുന്ന് വഴി തെറ്റാതെ നിങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്ത് മനസ്സിലാക്കണം? അളവറ്റ വലിപ്പം, നമുക്ക് വേണ്ടി നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പവും നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അത് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ അകത്തെ കണ്ണ് തുറന്നാലേ നമുക്കത് മനസ്സിലാവും. ദൈവം നമ്മിൽ എന്തോരളവിലാണ് പ്രവർത്തിക്കുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എത്ര ശക്തിയായിരിക്കും വ്യാപരിക്കുന്നത്. ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത ഒരു ശക്തിയാണോ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്? അല്ല. നമുക്ക് ശക്തിയില്ലായിരിക്കാം. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തെ മനുഷ്യന് ശക്തിയില്ലായിരിക്കാം, അത് ക്ഷയിച്ചു പോകുന്നതായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിലെ ഒരളവും വെച്ച് അതിനെ അളക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അത്രത്തോളം മഹത്വമുള്ള ബലമുള്ള ആത്മാവാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ കൂടെയും എൻ്റെ കൂടെയും സർവശക്തനായ ദൈവമാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഒരു പ്രശ്നത്തിലും നിരാശപ്പെടാതെ, ഒരു പ്രശ്നത്തിലും ഭാരപ്പെടാതെ, ഒരു പ്രശ്നത്തിലും വീണു പോകാതെ, ഒരു നിരാശയിലും അകപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകാനുള്ള ബലം നിങ്ങൾക്കും എനിക്കും ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. തളരാതെ, പതറാതെ, തകരാതെ മുന്നോട്ട് പോവുക. ഹല്ലേലൂയ. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക.
പിന്നിലോട്ട് വലിക്കുന്ന ഒന്നിലും നിങ്ങൾ നിന്നു പോകരുത്. പിന്നിലോട്ട് ആരാ വലിക്കുന്നതെന്ന് അറിയാമോ? ഈ ആത്മമണ്ഡലത്തിൽ അദൃശ്യമായ കയറുകൾ കെട്ടി പിശാച് വെറുതെ വലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആത്മാവിൽ വളരാതിരിക്കാൻ വേണ്ടി ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിലിട്ട് നിങ്ങളെ തളർത്തി കളയുന്നത് പിശാചിന്റെ പദ്ധതിയാണെങ്കിൽ ദൈവം ഒരു കരം നീട്ടിയിട്ട് യേശു നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വ്യക്തമായി ഒരു കരത്തെ ഇപ്പോൾ കാണാം. ആ കരത്തെ നീട്ടിയിട്ട് കർത്താവ് വിളിക്കുക, എൻ്റെ കരത്തെ പിടിച്ചോ. ഹല്ലേലൂയ. നിന്റെ ഹൃദയ ദൃഷ്ടി ഞാൻ തുറന്നു തന്ന് നിന്നെ ഞാൻ വഴി നടത്താനായി പോവുക. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ എൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്നെ കർത്താവ് ആത്മമണ്ഡലം കാണിക്കുന്ന ദിവസങ്ങൾ ഇതാഗതമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആരെല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കുമോ നിങ്ങൾ ആ അളവറ്റ ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കും, കാണും, കേൾക്കും. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ശക്തിയില്ല, കഴിയില്ല എന്ന് പറഞ്ഞിരുന്നാലോ ഒന്നിനും നിങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് വലുതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാലുണ്ടല്ലോ എല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കാനായി പോവുകയാണ്. ആരെല്ലാമാണോ ഇപ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത്, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരെല്ലാം എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു തന്നെങ്കിലേ പറ്റൂ. ഞാനും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇത്രയും പോരാ, എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ ഇനിയും ആഴത്തിൽ തുറക്കണം. പലതും എനിക്ക് ഇനിയും കാണാനുണ്ട്. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തോത്രം. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ ആ ഹൃദയ ദൃഷ്ടി അവരുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും എന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അവർ അറിയട്ടെ. എന്നെ കേൾക്കുന്ന സകലരും അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അത് മനസ്സിലാക്കട്ടെ. കർത്താവേ, പിശാച് അടച്ചു കളഞ്ഞ അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ യേശുവിന്റെ നാമത്തിൽ അങ്ങ് തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തൊടണമേ, ഹൃദയങ്ങളെ അങ്ങ് തൊടണമേ, ഹൃദയങ്ങളെ അങ്ങ് തൊടണമേ. ഹല്ലേലൂയ. ഓ, പലരുടെ ഹൃദയങ്ങൾ വേദനയാൽ നിറഞ്ഞിരിക്കുകയാണ്. കർത്താവേ, ഈ നാളുകൾ അതിനെല്ലാം എൻ്റെ ദൈവം നീക്കി, നിരാശകൾ നീക്കി, ഭാരങ്ങൾ നീക്കി, അകത്തെ മനുഷ്യന്റെ കണ്ണ് പ്രകാശിക്കുന്ന നിലവാരത്തിലേക്ക് പ്രിയ മക്കളെ ദൈവം കൊണ്ടുവരണം. അവർക്ക് ചുറ്റുമുള്ള ആത്മമണ്ഡലത്തെ അവർ തന്നെ കാണുന്നവരായി തീരട്ടെ, അത് അനുഭവിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കണ്ണുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. വെളിപ്പാടുകൾ അവർക്ക് ലഭിക്കട്ടെ, ദൈവിക ജ്ഞാനം ലഭിക്കട്ടെ, ദൈവത്തിന്റെ മർമ്മങ്ങൾ അവർ ഗ്രഹിക്കുവാനുള്ള കഴിവുണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അവരെ അനുഗ്രഹിക്കണം, സഹായിക്കണം, അവരുടെ ആവശ്യങ്ങളോട് കൂടെ അങ്ങിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.